ഹലോ ഗൈസ്, ഇന്നൊരു ഹെയർ കെയർ ടിപ്സ് വീഡിയോ ആണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ. അപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം കുറച്ച് തിരക്കായതുകൊണ്ട് എന്തായാലും ഇന്ന് ആ വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ജീപ്പാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ഈ ഒരു ജീപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹെയർ കുറച്ച് പോവാതെ കുറച്ച് നിൽക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മന്ത്ലി ഹെയർ ഒന്നും അറ്റം കട്ട് ചെയ്ത് കൊടുക്കുക, ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ ഇടയ്ക്ക് മാത്രമേ ചെയ്യാറുള്ളൂ, അതൊക്കെ ചെയ്യണമെന്നാണ്. പിന്നെ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ചൂടോടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല ഇതാവാനും ഹെയർ നല്ലതായിട്ട് ഗ്രോത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നാട്ടിലെ സമയത്ത് എല്ലാവരും ചെയ്യുമായിരുന്നു കേട്ടോ, പക്ഷേ നല്ലതാണ്. പിന്നെ നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലംസ് എന്തോന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. ഇപ്പം ഡാൻഡ്രഫ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്പ്ലിറ്റിങ്സ് വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അങ്ങനെ. സ്പ്ലിറ്റിങ്സ് ആണെങ്കിൽ ഹെയറിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ലതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഡാൻഡ്രഫ് ആണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഹെയർ പാക്കുകളുണ്ട്. ഇപ്പോൾ എനിക്ക് ഡാൻഡ്രഫ് ആയിരുന്നു നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സമയത്ത് ഒരു ഹെയർ പാക്കിന് കണ്ട് ഞാനത് വാങ്ങിച്ച് കണ്ടിന്യൂസ് യൂസ് ചെയ്താണ് എനിക്കത് കുറച്ചെങ്കിലും മാറിയത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വേറൊരു ഹെയർ പാക്കൊക്കെ ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് ഇടാം. അപ്പം എന്തായാലും ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇടാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.